തിരുവചനം തിരുമതി എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസുധാംനാഥ കർത്താവ്, ഈ നാളുകൾ അത്രയും ഞങ്ങളെ വഴിയിണത്തിയ നമ്മൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവ്, പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ആപത്തും അനർത്ഥവും യുദ്ധത്തിൻ്റെ മധ്യത്തിൽ ഇന്ന് ഈ ലോകം കടന്നു പോകുമ്പോൾ കർത്താവെ, അതിൻ്റെ മധ്യത്തിലും അങ്ങയുടെ അനുപമായ സ്നേഹം രുചിച്ചറിയത്തക്കണം, അടിയങ്ങളുടെ ഓരോ നിമിഷത്തിലും അനുഭവമാകത്തക്കണം സഹായിക്കുന്നവൻ കൃപകൾക്കായ നന്ദിയോട് സ്തോത്രം. ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ, ആ സ്നേഹത്തിനൊത്തോണം ജീവിപ്പാൻ കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ ആഴമേറിയ സ്നേഹമാണ് കാൽവറി ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് യാഗമായി അർപ്പിക്കപ്പെട്ടത് കർത്താവെ. ആ സ്നേഹത്തിന് മുമ്പിൽ ഞങ്ങളൊന്നുമല്ല കർത്താവെ. ഇന്ന് പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങൾ കർത്താവെ ആഗ്രഹിക്കുന്ന രീതിയിലോ കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന പ്രവർത്തന മേഖലയിലോ ആകുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കുറവ് സമ്മതിക്കുന്ന കർത്താവെ, ഇത് ചുറ്റുപാട് നോക്കുമ്പോൾ കർത്താവെ, വേദനകളുടെയും കണ്ണുനീരിൻ്റെയും താഴ്വരയിൽ അനേകർ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ മധ്യത്തിൽ എൻ്റെ സ്നേഹം എത്തിക്കത്തക്കോണം ഈ വചനങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കൂട്ടിവരുത്തുവാൻ അവിടുന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അദ്ദേഹം ബലഹീനനാണെങ്കിലോ ബലപ്പെടുത്തുന്ന അങ്ങയുടെ കൃപ എന്നോട് കൂടെ ഇരുന്ന കർത്താവ്, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ തൻ്റെ ജനത്തെ നയിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക. ജനം അങ്ങയുടെ അതിന് വചനം അങ്ങയുടെ അടിയൻ കർത്താവെ അങ്ങയുടെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തിന് നൽകത്തക്കോണം സഹായിക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പുണ്യത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ലോകം കടന്നു പോകുന്ന സാഹചര്യം നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതായത് യുദ്ധം, മറ്റ് പ്രതിസന്ധി, ഇവയൊക്കെ യഥാർത്ഥമായി ഒന്ന് നാം നോക്കുകയാണെങ്കിൽ എവിടെയോ മനുഷ്യ മനസ്സിൽ നിന്ന് സ്നേഹമെന്ന വികാരം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. നാം ഏത് സമുദായമാണെന്നോ ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ അല്ല, അതിലെല്ലാം നാം യഥാർത്ഥമായി ഒന്ന് നോക്കുകയാണെങ്കിൽ ജാതിയും സമുദായവും മതവും ഒക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യരെ സ്നേഹിക്കുവാൻ, ജനത്തെ സ്നേഹിക്കുവാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആ സ്നേഹത്തിൽ ഇന്ന് മാലിന്യങ്ങൾ കലർന്ന് അത് കുടുംബജീവിതത്തിൽ പോലും ബാധിച്ചിരിക്കുന്നു. ഇന്ന് പലപ്പോഴും സ്നേഹപ്രകടങ്ങൾ കാണുന്നത് അതൊരു ക്രയവിക്രയ സ്നേഹപ്രകടനം. അതായത് നീ എന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നീ എന്നെ കരുതുന്നോ, അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു സ്നേഹം. അല്ലാതെ കർത്താവിനെ പോലെ സ്നേഹിക്കുവാൻ ഇന്ന് ഈ ഭൂമുഖത്ത്, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ സ്നേഹത്തിന് ഒത്തവണ്ണം വളരുവാൻ പോലും കഴിയാതെ പോകുന്ന ഒരു ജനമധ്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അത് ഏത് സഭയോ ഏത് മതമോ ഏത് ജാതിയോ ഏത് സാഹചര്യമോ എന്നല്ല, ഇന്ന് നാം ചുറ്റുപാടും നോക്കുമ്പോൾ ഇത് മാത്രമാണ് കാണുന്നത്. ക്രൈസ്തവ ഭവനങ്ങളിൽ പോലും ഇന്ന് ഏറ്റവും കൂടുതൽ വിവാഹമോചനങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹമോചനത്തിലെത്തുന്ന ഒരു ജനമധ്യത്തിൽ, ഭാര്യ ഭർത്ത ബന്ധത്തിൽ പരസ്പരം പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥ, ഭാര്യയുടേതായ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളും നോക്കുന്ന അവസ്ഥകൾ. പക്ഷേ വചനത്തിൽ വ്യക്തമായി നമ്മളെ കർത്താവും അപ്പോസ്തലന്മാരും എല്ലാം പഠിപ്പിക്കുന്നത്, സ്നേഹമല്ലാത്തടത്ത് സ്നേഹമില്ലെങ്കിൽ വേറെ ഒന്നുമില്ലെന്ന്. ഞാൻ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണെന്ന് വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ്ലീഹ ആയാലും യോഹന്നാൻസ്ലീഹ ആയാലും കർത്താവായാലും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് പോലും പലപ്പോഴും ഇന്ന് നാം ആയിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ പോലും ഈ സ്നേഹം ഇല്ലാത്ത അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ട്? വ്യക്തി താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ, ഇവയൊക്കെ ഈ സ്നേഹത്തെ മറികടന്നിരിക്കുന്നു. അല്പസമയം നിങ്ങളോടൊപ്പം ആലോചിക്കുവാൻ ആഗ്രഹിക്കുന്നത് വചനത്തിൽ വ്യക്തമായി പറയുന്ന സ്നേഹത്തിൻ്റെ ആഴത്തെ പറ്റിയാണ്. 1 കൊരിന്ത്യർ 13:13 ഇപ്രകാരമാണ് പറയുന്നത്:
ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. യഥാർത്ഥത്തിൽ ക്രൈസ്തവരുടെ ജീവിതത്തിൽ 3 ആവശ്യമായ ഘടകങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷെ ഈ 3ലും ഏറ്റവും പ്രാധാന്യം പൗലോസ്ലീഹ കൊരിന്ത്യ സഭയോട് പറയുന്നത് സ്നേഹമാണെന്നാണ്. നാം യഥാർത്ഥത്തിൽ 1 യോഹന്നാൻ 4:7-8 വായിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു. എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു. അതിൻ്റെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് തൻ്റെ ഏകപുത്രനെ ഭൂമുഖത്തേക്ക് കടന്നു വന്ന് നമുക്ക് പാപപരിഹാരമായി യാഗമായി അർപ്പിക്കപ്പെടത്തക്കോണം ക്രൂശിന്മേൽ നൽകിയത്. ആ സ്നേഹത്തിൻ്റെ ആഴമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ സ്നേഹത്തിൻ്റെ ആഴമുണ്ടോ? നാം എത്രമാത്രം മറ്റുള്ളവരെ വഹിക്കുവാൻ കഴിയുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കണം. കൂട്ടുവിശ്വാസികളായിരിക്കും, കൂട്ടു സഭാ അംഗങ്ങളായിരിക്കും, കൂട്ടു ജനമായിരിക്കും, ആരും ആയിക്കൊള്ളട്ടെ. ജനത്തെ നാം എത്രമാത്രം ജനങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട്? ജാതി മത ഭേദമില്ലാതെ നമുക്ക് ഒരുമിച്ച് പോകുവാൻ കഴിയുന്നുണ്ടോ? കർത്താവ് ക്രിസ്ത്യാനിയെ സ്നേഹിക്കുവാൻ മാത്രമല്ല പറഞ്ഞത്, പക്ഷെ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളിൽ ഈ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥമായി ക്രിസ്ത്യാനികളിൽ നിന്ന് അവകാശം പ്രാപിക്കുവാൻ കഴിയുകയുണ്ട്. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരു ക്രൈസ്തവ പേരുണ്ടായിട്ടോ ഞാനൊരു ക്രൈസ്തവ ദേവാലയത്തിൽ കടന്നുപോയത് കൊണ്ട് ഞാൻ യഥാർത്ഥമായൊരു ക്രിസ്ത്യാനി ആകുന്നില്ല, അല്ലെങ്കിൽ ദൈവിക സ്നേഹത്തിലേക്ക് വളരുവാൻ കഴിയുകയില്ല. ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പൊ സ്നേഹിക്കാത്തവരുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ എവിടെയോ ഒരു പാകപ്പിഴയുണ്ട് അവിടെ. അതുമാത്രമല്ല, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ലെന്നാണ് അവിടെ യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അപ്പം സ്നേഹമാണ് യഥാർത്ഥത്തിൽ ദൈവം. ആ സ്നേഹത്തിലേക്ക് കടന്നു വരണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ മുറുകെ പറ്റിയിരിക്കുന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് മാറി, ലൗകികമായ ചിന്തകളിൽ നിന്ന് മാറി, വിദ്വേഷത്തിൽ നിന്ന് മാറി നാം മുമ്പോട്ട് വരുമ്പോൾ മാത്രമേ ആ സ്നേഹത്തിലേക്ക് വളരുവാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥത്തിൽ 1 കൊരിന്ത്യർ 13 വായിക്കുമ്പോൾ സ്നേഹത്തെ പറ്റി എത്ര വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 കൊരിന്ത്യർ 13:1 വായിക്കുമ്പോൾ, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. യഥാർത്ഥത്തിൽ ഞാൻ ചുമ്മാതൊരു ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി മാത്രമായിട്ടാണ് അവിടെ പൗലോസ് ശ്ലീഹ പറയുന്നത്. അതായത് അവിടെ പറയുന്നത്, ഞാൻ മനുഷ്യരുടെയോ ദൂതന്മാരുടെ ഭാഷ സംസാരിച്ചാലും. മനുഷ്യരുടെ ഭാഷ നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ ദൂതന്മാരുടെ ഭാഷ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ദൈവിക കൃപകളിൽ നിന്ന് വരുന്ന ഭാഷ, അത് സംസാരിച്ചാലും എൻ്റെ ജീവിതത്തിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ വെറും ശബ്ദമുണ്ടാക്കുന്ന ചില കാര്യങ്ങളായി മാറുമെന്നാണ് പറയുന്നത്. അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിക്കുകയും ചെയ്താലും
മലകൾ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും മലകൾ നീക്കുവാൻ തക്കവണ്ണം വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഏതുമില്ല. ഇവിടെ ആദ്യം പറഞ്ഞ് പ്രവചനപരം, രണ്ടാമത് സകല മാർഗവും സകല ജ്ഞാനവും ഗ്രഹിക്കുകയും ചെയ്താലും, മൂന്നാമത് വിശ്വാസത്തെ പറയും, മലകൾ നീക്കുവാൻ തക്ക വിശ്വാസം. അപ്പോൾ ഇന്ന് നമ്മുടെ ദേശത്ത് നാം ഒന്ന് ചുറ്റും നോക്കുകയാണെങ്കിൽ ഇപ്രകാരം പ്രചരിപ്പിക്കുന്ന പല വ്യക്തിത്വങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. എനിക്കിത് ചെയ്യാം, അത് ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷേ അവിടേക്ക് കടന്നു എന്ന് പലപ്പോഴും അനേകർക്ക് ലഭ്യമാകാതെ പോകുന്ന ഒരു കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രവർത്തനമാണ്. അവരുടേതായ താൽക്കാലിക കാര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി പല കാര്യങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായ ദൈവവചനത്തിൽ നാം കാണുന്ന സ്നേഹത്തിലേക്ക് അവിടെ പ്രവർത്തനങ്ങൾ കാണാതെ പോകുന്നുണ്ട്. പ്രവചനവരം ഏറ്റവും മേന്മയേറിയ അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠമായ വരമാണ്. അത് ദൈവത്തിൽ നിന്ന് മാത്രം ലഭ്യമാകുന്ന, ഈ വരങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് മാത്രം ലഭ്യമാകുന്ന കാര്യങ്ങൾ. ആ വരം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും രണ്ടാമത് പറയുന്നത് സകല മർമ്മങ്ങളും സകല ജ്ഞാനങ്ങളും ഗ്രഹിക്കുവാൻ പ്രവചനപരമുള്ളവർക്ക് ഇവയ്ക്കൊക്കെ കാര്യം കഴിയും. മൂന്നാമത് പറയുന്നത് മലകൾ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നും ഏതുമല്ല. അപ്പോൾ ഇവയൊക്കെ ഉണ്ടെന്ന് ഞാൻ കൊട്ടിഘോഷിക്കുകയും പക്ഷെ യഥാർത്ഥമായ ദൈവിക സ്നേഹത്തിൽ മറ്റുള്ളവരെ കരുതുവാൻ കഴിയുന്നില്ലെങ്കിൽ, അവരുടെ മധ്യത്തിലേക്ക് കടന്നുപോയി എൻ്റെ കരങ്ങൊന്നും കൊടുത്ത് അവരെ വീണ്ടെടുക്കത്തക്കോണം പരിശ്രമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 13:3 വായിക്കുമ്പോഴോ, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കുവാൻ ഏൽപ്പിച്ചാലും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നാം ചുറ്റും പലപ്പോഴും കേൾക്കുന്നത് നാം ചെയ്യുന്ന ആദര ശുശ്രൂഷ ദൈവത്തിന് വലിയ സന്തോഷമാണെന്നാണ്. നല്ല കാര്യം തന്നെ. പക്ഷെ ആ ആദര ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ എന്നിൽ സ്നേഹമില്ലെങ്കിൽ, എൻ്റെ ആദര ശുശ്രൂഷയിൽ ആ സ്നേഹത്തിൻ്റെ പ്രകടനമില്ലെങ്കിൽ, ഞാൻ ചെയ്യുന്ന ആദര ശുശ്രൂഷ കൊട്ടിഘോഷിച്ച് അനേകർ അറിയാൻ വേണ്ടിയുള്ള പ്രവർത്തനമായി മാറുവാണെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ സ്നേഹമില്ല. രണ്ടാമത് പറയുന്നത് ശരിക്കും എൻ്റെ ശരീരം ദഹിപ്പിക്കുവാൻ ഏൽപ്പിച്ചാലും, അതായത് അത് നാം ചെയ്യുവാൻ കഴിയുന്ന ഒരു യാഗത്തിൻ്റെ പൂർണ്ണതയാണ്. അത് എന്നെ തന്നെ അങ്ങ് ദഹിപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷെ അവിടെയും സ്നേഹമില്ലെങ്കിൽ, ഞാൻ സ്നേഹം പ്രകടിപ്പിക്കുവാൻ കഴിയാതെ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ, വേദനിപ്പിക്കുകയും പ്രതിസന്ധികളിലുമാക്കുകയും ചെയ്തിട്ട് ഞാൻ എന്നെ തന്നെ ദഹിപ്പിക്കത്തക്കോണം ദൈവത്തിന് മൗക്തീകരിക്കാൻ വേണ്ടിയുള്ള ദഹിപ്പിക്കത്തക്കോണമുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നാലും പ്രിയ സഹോദര സഹോദരി, അത് ദൈവത്തിന് സ്വീകാര്യമല്ലെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിന് സ്വീകാര്യമായൊരു ജീവിതമാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. ദൈവത്തിന് സ്വീകാര്യമായ ജീവിതം എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ കായ്ക്കുന്നവരായി നാം തീരണം. മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നവരായി തീരണം. അതിൻ്റെ 13:4-5 വായിക്കുമ്പോൾ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം അസൂയപ്പെടുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. പരുഷമായി പെരുമാറുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. കോപിക്കുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. നാം ഒന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മളിൽ പ്രതിഫലിക്കുന്ന പല കാര്യങ്ങളാണ്. അതായത് ദീർഘമായി ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ദയ കാണിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അസൂയയുടെ അവസ്ഥ, നിഗളം വരുന്ന അവസ്ഥ, പൗരുഷമായി പെരുമാറുന്ന അവസ്ഥ, അയോഗ്യമായി നടക്കുന്ന അവസ്ഥ, സ്വാർത്ഥം അന്വേഷിക്കുന്ന അവസ്ഥ, കോപിക്കുന്ന അവസ്ഥ, ദോഷം കണക്കിടുന്നതിലും ദോഷം കണക്കേ ഇടാറുള്ളത്. അപ്പോൾ യഥാർത്ഥമായി എൻ്റെ ജീവിതത്തിൽ ദൈവമുണ്ടോ?
കാരണം നാം 1 യോഹന്നാനിൽ വായിച്ചെന്ന് ദൈവം സ്നേഹമാണെന്ന്. അപ്പോൾ ദൈവം സ്നേഹമാണെങ്കിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന മേഖലയിൽ ഞാൻ കുടുംബം തൊട്ട് ആരംഭിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ആദ്യം ഇതൊക്കെ ആരംഭിക്കണം. എന്താണ്? ദീർഘമായ ക്ഷമ വേണം, ദയ കാണിക്കണം, അസൂയപ്പെടരുത്, നിഗളിക്കരുത്, പൗരുഷമായി പെരുമാറില്ല, അയോഗ്യമായി നടക്കരുത്, സ്വാർത്ഥം അന്വേഷിക്കരുത്, കോപിക്കരുത്, ദോഷം കണക്കിടരുത്. ഇന്ന് യഥാർത്ഥത്തിൽ കുടുംബജീവിതം ശിഥിലമാകുവാൻ ഇടയാകുന്നത് ഇവയൊക്കെ കാരണമാണ്. ഭാര്യയോ ഭർത്താവോ ആരെങ്കിലും അല്പം കൂടുതൽ ഒരു ജോലിയിൽ അഭിവൃദ്ധി വന്നു കഴിഞ്ഞാൽ ഉടനെ അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വരും. ഞാൻ ഇത്രമാത്രം ചെയ്യുന്നത് കൊണ്ട് നീ ഇതൊക്കെ ചെയ്യണമെന്നായി മാറും. തക്ക തുണയായിട്ടാണ് ഒരു ഭാര്യ ഭർത്താവിനെ ഒരുക്കിയിരിക്കുന്നത്. ആ തക്ക തുണയുടെ മധ്യത്തിൽ ഇപ്രകാരമുള്ള സ്വഭാവങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ദാനമായി നൽകിയിരിക്കുന്ന പൈതങ്ങൾ അത് കണ്ടാണ് വളരുന്നതെന്ന് നാം ചിന്തിക്കണം. ഇന്ന് എത്രയോ യുവതലമുറകളോട് ചോദിക്കുമ്പോൾ വിവാഹ ജീവിതം വേണ്ട എന്നാണ് അവർ പറയുന്നത്. കാരണം അവർ കണ്ട് വളർന്നത് ഇപ്രകാരമുള്ള പ്രതിസന്ധി നിറഞ്ഞ വിവാഹ ജീവിതത്തെ മാതാപിതാക്കളിൽ കണ്ടത് ഇതാണ്. പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥ, ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ദയയില്ലാത്ത അവസ്ഥ, പൗരുഷമായ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് വചനത്തിൽ പറയുന്ന കുടുംബജീവിതവും യഥാർത്ഥത്തിലുള്ള കുടുംബജീവിതവും എത്രയോ വ്യത്യാസമാണ്. അതിന് കാരണക്കാരൻ നമ്മൾ മാത്രമാണെന്ന് നാം ചിന്തിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നാം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതും നാം എപ്രകാരമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും പറയുമെന്നതും അവ കുഞ്ഞുങ്ങളെ ദൈവത്തെ വിശ്വാസത്തിൽ നിന്ന് മാറ്റുന്നത് നമ്മുടെ വാക്കുകളാണെന്ന് ചിന്തിച്ചോണം. അവരെ ശുശ്രൂഷകളിലും ദേവാലയത്തിൽ നിന്ന് മാറ്റുന്നത് നമ്മുടെ വാക്കുകളാണെന്ന് ചിന്തിച്ചോളണം. അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവരെ ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ ആ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പക്ഷെ ആ കടമ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ദൈവിക സ്നേഹത്തിലേക്ക് വളരുവാൻ ഇടയാകണം. മുമ്പോട്ട് വായിക്കട്ടെ. 13:6-7 വായിക്കുമ്പോൾ അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം വഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അപ്പൊ യഥാർത്ഥമായ സ്നേഹം എന്നിലുണ്ടെങ്കിൽ അവിടെ പിന്നൊരു പ്രയാസം വരികയില്ല. സ്നേഹം എന്ന് പറയുമ്പോൾ ഒരു സ്പോഞ്ചിന്റെ അവസ്ഥ, എല്ലാം വഹിക്കുകയാണ്, പ്രതികരിക്കുന്നില്ല. നമുക്കറിയാം, ഏറ്റവും ചെളി നിറഞ്ഞ ഒരു പാത്രത്തിൽ ആ സ്പോഞ്ചും കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുമ്പോൾ പാത്രം വെളുക്കും, പക്ഷേ ആ സ്പോഞ്ച് കറുത്തു പോകും. കർത്താവ് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട് ക്രൂശുമരണമേറ്റ് യഥാർത്ഥത്തിൽ രക്തം ചൊരിഞ്ഞത് നമ്മുടെ പാപകറ നിറഞ്ഞ രക്തം ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്, ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടിയാണ്. പക്ഷെ ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയുന്ന പോലെ അനീതിയിൽ സന്തോഷിക്കാതെ. ഇന്ന് യഥാർത്ഥത്തിൽ അനീതിയിൽ സന്തോഷിക്കുന്ന ഒരു ജനമാണ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ജനമില്ലെന്ന്. രണ്ടാമത്, എല്ലാം വായിക്കുന്നു, അത് കാണാനേ കഴിയുന്നില്ല. എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു. സത്യമായാലും ദോഷമായാലും കളവായാലും എല്ലാം വിശ്വസിക്കുന്ന ഒരു ജനമാണ്. യഥാർത്ഥത്തിൽ ആ വിശ്വാസത്തിൽ ആ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് പോലും ഒന്ന് മനസ്സിലാക്കുവാൻ ഇടയാകാതെ എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. പ്രത്യാശ, യഥാർത്ഥത്തിൽ പ്രത്യാശ ഉണ്ടോ ഇന്ന് ഇത്രമാത്രം സങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരി, യഥാർത്ഥമായ പ്രത്യാശയുണ്ടോ ഇന്ന് എന്നെ കേൾക്കുമ്പോൾ? അതോ നീറുന്ന അവസ്ഥയിലാണോ? സംഘർഷം നിറഞ്ഞ ഒരു അവസ്ഥയിലാണോ ജീവിക്കുന്നത്? എങ്കിൽ അതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്. ആ മാറ്റം സ്നേഹം നമ്മളിൽ പകരുമ്പോഴാണ്. ആ മാറ്റം നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് വരുന്നത്. സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ തനിയെ നമ്മളുടെ സമ്മർദ്ദങ്ങൾ കുറയുവാൻ ഇടയാകും. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് മാറ്റം വരുത്തുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ഭവനത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നതായി കാണുന്നത്.
നമ്മുടെ കുഞ്ഞുങ്ങളായിട്ടുള്ള ബന്ധത്തിനൊരു മാറ്റം വരുത്തുവാൻ കഴിയും. പക്ഷെ അത് സ്നേഹം നിറയുമ്പോൾ, ആ സ്നേഹത്തിലേക്ക് വളരുമ്പോൾ മാത്രമാണ്. 1 കൊരിന്ത്യർ 13:8 ഇപ്രകാരമാണ് പറയുന്നത്: സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല. സ്നേഹം ഒരു നാളും പരാജയപ്പെടുന്നില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. ഭാഷാപരമോ അത് നിന്നുപോകും. ഭാഷാപരമോ അത് നിന്നുപോകും. അറിവോ അത് നശിച്ചു പോകും. അറിവോ അത് നശിച്ചു പോകും. അത് നാം ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രവചനപരവും ഭാഷാപരവും അറിവും ഒക്കെ നമ്മുടെ ജ്ഞാനത്തിലും ദൈവിക സാന്നിധ്യത്താൽ ലഭ്യമാകാം. അവിടെ എവിടെയെങ്കിലും കുറവ് വന്നാൽ അതിനൊക്കെ വീഴ്ചകൾ വരുവാൻ കഴിയും. എങ്കിലോ സ്നേഹം നാം തനിയെ നമ്മളിൽ വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലും പരാജയപ്പെടത്തില്ല. നാം സ്നേഹത്തിൽ വസിക്കുവാനൊന്ന് പരിശ്രമിച്ചാൽ. പ്രതിസന്ധികൾ കാണും, പലപ്പോഴും പല കാര്യം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥ കാണും. പക്ഷെ അവിടെ നാം നോക്കേണ്ടത് എനിക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവിൻ്റെ ക്രൂശിലേക്കാണ്. ആ ക്രൂശിലേക്കൊന്ന് നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും നമ്മളെ വേദനിപ്പിക്കാൻ നോക്കുന്ന ഒരു വേദനയും നമ്മളെ തൊടുവാൻ കഴിയുകയില്ല. ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ആ കർത്താവിൻ്റെ ആഴമേറിയ സ്നേഹം നമ്മളിൽ പകർന്ന് നമ്മുടെ ജീവിതങ്ങളിൽ മാറ്റം എത്തുവാൻ കഴിയും. ഇന്ന് നാം നോക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയാണ്. നാം നോക്കേണ്ടത് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട ആ കർത്താവിൻ്റെ ക്രൂശിലേക്കാണ്. ആ ക്രൂശിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കർത്താവ് ഈ വചനത്തിൽ കൂടെ കേട്ട സ്നേഹത്തിൻ്റെ എല്ലാ പര്യായങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ കഴിയും. അല്ലെങ്കിലോ നാം ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ അവനിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവളിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ പേരിൽ വലിയ പ്രവർത്തനമാണ്, പക്ഷെ അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവരുടെ പ്രതികരണം എങ്ങനെയാണ്. നാം തുലനം ചെയ്യേണ്ട ആവശ്യമില്ല പ്രിയ സഹോദര സഹോദരി. നാം നമ്മെ തന്നെ ഒന്ന് ദൈവമായിട്ട് കർത്താവുമായിട്ടൊന്ന് തുലനം ചെയ്യുമ്പോൾ നമുക്കെന്ത് യോഗ്യതയാണ്, ഇന്ന് ഈ ഭൂമുഖത്ത് നിലനിൽക്കത്തക്കോണം എന്ത് യോഗ്യതയാണ്. കർത്താവിൻ്റെ കരുണയും സ്നേഹമൊന്നും മാത്രമല്ലേ പ്രിയ സഹോദര സഹോദരി. ആ സ്നേഹത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ഞാൻ മുമ്പോട്ട് നടക്കാൻ വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5:43-44 കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നും നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ വെറുക്കുക എന്നും ശത്രുവിനെ വെറുക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യഥാർത്ഥത്തിൽ ശത്രുവിനെ സ്നേഹിക്കാനാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ നാം മിത്രത്തിനെ പോലും സ്നേഹിക്കുന്നില്ല. നാം സ്നേഹിക്കുന്നത് നമ്മെ മാത്രമാണ്. ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വളരണമെങ്കിൽ ശത്രുവിനെ സ്നേഹിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു ശത്രുവിൻ്റെ ആരംഭം കുറിച്ചാൽ അവരെന്നേക്കും ഈ ഭൂമുഖത്ത് നഷ്ടപ്പെട്ടു പോകാനാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞ ശത്രുവിനെ സ്നേഹിക്കാൻ. പക്ഷെ നാം യഥാർത്ഥത്തിൽ ശത്രുവിനെ മിത്രത്തിനെ ഒന്ന് സ്നേഹിക്കും. നാം സ്നേഹിക്കുന്നത് നമ്മെ മാത്രമാണ്. നാം സ്വാർത്ഥമായി നമ്മിൽ മാത്രം ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഏറ്റവും അവസാനമായി യോഹന്നാന്റെ സുവിശേഷം 13:34-35 വായിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ഇന്ന് ലോകം തിരിഞ്ഞു നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ പറയുന്നത് എന്താ? പരസ്പരം സ്നേഹിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ആ സ്നേഹം എന്ന് പറയുന്നത് ഒന്നും തിരികെ കിട്ടുമെന്നോ ചിന്തിച്ചോ, ഒന്നും ലാഭമായി ഇരിക്കുമെന്ന് ചിന്തിച്ചോ ഉള്ള സ്നേഹമല്ല. യാഗമായി അർപ്പിക്കപ്പെടുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിലേക്ക് എന്നെയും നിങ്ങളെ ദൈവം വഴി നടത്തത്തക്കണം ഇടയാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസുധാം നാഥ, എൻ്റെ സ്നേഹത്തിലേക്ക് വളരുവാൻ കർത്താവേ, സ്നേഹമില്ലാത്തടത്ത് നീ ഇല്ലെന്നാണല്ലോ വചനം പറയുന്ന കർത്താവേ. നീ വസിക്കുന്ന ഭവനങ്ങളായി തീരണമെങ്കിൽ ആ സ്നേഹത്തിലേക്ക് ഞങ്ങൾ വളരുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്ത ബന്ധമായാലും
കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധമായാലും, ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന തോട്ടത്തിലുള്ള ബന്ധമായാലും, സഭയിലെ ബന്ധമായാലും, കൂട്ടായ്മയിലെ ബന്ധമായാലും, സാമൂഹ്യ ബന്ധമായാലും, എവിടെയായാലും ആ സ്നേഹത്തിനൊത്തവണ്ണം ജീവിപ്പാൻ വഹിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചിരിക്കുന്ന മാതൃകയൊത്തവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് ഇന്ന് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു കാലയളവിൽ ജീവിക്കുമ്പോൾ ഈ സ്നേഹത്തിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുപോകാൻ, നിൻ്റെ സമാധാനം സ്വാതന്ത്ര്യം അനുഭവമാക്കുവാൻ അവിടുന്ന് അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സമയത്ത് കേൾക്കുന്ന മക്കളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ സ്നേഹം ആഴമായാൽ കർത്താവെ അവർക്ക് രുചിച്ചറിയത്തക്കണം അവരുടെ ജീവിതങ്ങളിൽ ഈ വചനം ക്രിയ ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.